Hey, this is me Arun here, your coach, your mentor, your trainer in trading. ഇസ്രായേൽ-പലസ്തീൻ വാർ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഗാസയിലോട്ടുള്ള സപ്ലൈസുകളെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇസ്രായേലിയൻ മിലിറ്ററി ഇത് ഇവിടെ നിൽക്കുന്നില്ല. ഇല്ലെങ്കിൽ ഗാസയിൽ നിന്ന് പിന്നെയും അത് കണ്ടിന്യൂ ചെയ്തു പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിനെ അത് ഇച്ചിരി സ്ട്രോങ് ആയിട്ട് അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോബബിലിറ്റി കാണുന്നുണ്ട്. അത് മാത്രമല്ല, അത് ഗ്ലോബൽ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ഒബ്വിയസ്ലി ക്രൂഡ് ഓയിൽ, കമ്മോഡിറ്റീസ് ത്രൂ തന്നെ ആയിരിക്കണം. ആ ഒരു മാർക്കറ്റിനെ അതിനെ അഫക്റ്റ് ചെയ്യുകയും ലേറ്റർ അത് നമ്മളുടെ മാർക്കറ്റ്, നമ്മൾ ഡെയിലി ട്രേഡ് ചെയ്യുന്ന ഇന്ത്യൻ മാർക്കറ്റിലോട്ട് അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് മാർക്കറ്റിൽ ബുള്ളിഷ്നെസ് കാണിക്കുന്നു. നമ്മൾ അത്യാവശ്യം 1 days ജനറേറ്റ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട്. ബട്ട് എന്നാൽ ഇന്ന് കൺസോൾട്ടേറ്റ് ചെയ്തു. ബട്ട് എന്നാൽ ക്ലീൻ ഷോട്ട് ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് നോക്കണ്ടേ, നമുക്ക് എങ്ങനെയായിരിക്കും മാർക്കറ്റ് പോകുന്നതെന്നും അത് മാത്രമല്ല എങ്ങനെയാണ് മാർക്കറ്റ് ഇന്ന് പോയിട്ടുണ്ടായിരുന്നുള്ളത്. പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. ഇന്നത്തെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് നമ്മൾ ചെറിയ രീതിയിൽ കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ഫേസിൽ വരാനായിട്ടുള്ള പ്രോബിലിറ്റി ഉണ്ടെന്ന്. 2 റീസൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ സെഷൻസ് എല്ലാം പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ്സിലൂടെ ഒന്ന് പറയുക. യൂസ്ഫുൾ ആകുന്നുണ്ട്, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ പറയേണ്ടതായിട്ടുണ്ട്. ദെൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺസൾട്ടേഷൻ വരാമെന്നുള്ളത്. 2 റീസൺസ് ആയിരുന്നു. ഫസ്റ്റ് വൺ, ലാസ്റ്റ് ഡേ തന്നെന്ന് പറയുന്നത്, അതായത് തിങ്കളാഴ്ച ഇല്ല ചൊവ്വാഴ്ച തന്നിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നത് നല്ലൊരു ഹ്യൂജ് റാലി ആയിരുന്നു. 1:7, 1:8. ഓർക്കുന്നോ? എത്ര പേര് കൂടെ നിന്ന് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു? വണ്ടർഫുൾ ആയിരുന്നു അല്ലേ? അത് മാത്രമല്ല, അപ്പൊ അത്രയും നല്ലൊരു റാലി തന്നുണ്ട്. അവിടെ കൺസോൾട്ടേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഇന്ന് വെനസ്ഡേ ആണ്, ബാങ്കിന്റെ എക്സ്പയറി ആണ്. ഇങ്ങനെ കുറച്ചധികം റീസൺസുകൾ കാരണം ഞാൻ അവിടെ കോഷ്യസ് ആയിട്ടുണ്ടായിരുന്നതാണ്. ബട്ട് എന്നാൽ നമ്മൾ ഇന്ന് ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്ക്, ഫിൻനിഫ്റ്റി ആൻഡ് ഒബ്വിയസ്ലി ടെക്കം ഇന്നും ആൾക്കാർക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ പേഴ്സണലി ബിലീവ് അത് എല്ലാവർക്കും റിസൾട്ട് തരട്ടെ എന്നുള്ളത്. ഇന്നും ആണെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സ്റ്റിൽ ഓഫർ വാലിഡ്സ്. അതായത് നമ്മൾ 29 എടുത്തത് 35 വരെ പോയി. ഓൾറെഡി അത് കവർ ആയിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾ ബൈ ചെയ്തിട്ടുണ്ടായിരുന്ന വെച്ചാൽ നിങ്ങളുടെ ഫീസ് അവിടെ കവർ ആയിട്ടുണ്ട്. അവിടെ എക്സിറ്റ് ചെയ്തവർക്ക് ഒരിക്കലും ഒരു ട്രേഡിലും നിങ്ങൾ P&L കാണുന്ന വാട്ടോ PM ഉണ്ട്, അത് നിങ്ങളുടെ സ്വന്തമാകുന്നില്ല. എൻട്രി പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എക്സിറ്റും. നമ്മൾ M&M എക്സിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ചിലവർ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. വാട്ടോ ബി, നോ പ്രോബ്ലം. നമ്മൾ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യട്ടെ. അല്ലാതെ തൊട്ടും തൊടിയിച്ചൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നല്ല ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും. സോ നമുക്ക് നോക്കാം ഇന്ന് എങ്ങനെയാ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. നമ്മളുടെ ഹീറോ ഫസ്റ്റ് ടൈം ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നത്. അതായത് സ്റ്റോക്ക് ഓപ്ഷന്റെ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ, അതായത് ഇന്നലെ തന്നിട്ടുള്ളത് ഇന്ന് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നാണെങ്കിലും നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യുന്നതാണ്. എൻട്രി പോയിന്റിൽ ആ ഒരു എൻട്രി പോയിന്റിൽ നിങ്ങൾക്ക് എൻട്രി കിട്ടുകയും നിങ്ങളുടെ ഫീസ് നിങ്ങൾക്ക് റിക്കവർ ആയിട്ടില്ല, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫീസിന്റെ 90% റീഫണ്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് യൂസ്ഫുൾ ആകണമല്ലോ, ഇല്ലെങ്കിൽ നമുക്കത് വേണ്ട എന്നുള്ള ഒറ്റ ഇന്റൻഷനിലാണ് അത് ചെയ്തിട്ടുള്ളത്. ഒബ്വിയസ്ലി നമുക്ക് സ്ട്രോങ് ആണ് വ്യൂ സ്ട്രോങ് ആണ്. ഇന്നും മാർക്കറ്റ് വന്നു, ഇത് റീടെസ്റ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. നാളെ ഇന്നൊരു ഗ്യാപ്പ് അപ്പിലാണ് ഫോം ആക്കിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ 29 നിന്ന് എൻട്രി നേരെ 35 വരെ പോയിട്ടുണ്ടായിരുന്നു. ഫൈൻ, ദാറ്റ് വാസ് ഗുഡ്. ടെക്കും നല്ലതായിരുന്നു. നിഫ്റ്റി എല്ലാം നമുക്കൊരു കൺസോളിഡേറ്റീവ് ഫേസിലാണ്. കൺസോളിഡേറ്റ് ഇവിടെ ചെയ്യുമായിരുന്നു. റൈറ്റ്. 1 hour ആണ് ഇരിക്കുന്നത്. ഞാൻ 15 minutes ആക്കുകയാണ്. കണ്ടോ, നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തു. ഫസ്റ്റ് ചാനൽ തന്നെ എൻട്രി എടുത്തു. അതിന് മുമ്പ് എൻട്രി എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് ഇവിടെ കീപ്പ് ചെയ്തു. ബട്ട് ഇത് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫുൾ ടൈം. നല്ലൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ഒന്നും തന്നെ തന്നിട്ടില്ല. പക്ഷെ നാളത്തെ മാർക്കറ്റ് ഇച്ചിരി ബ്യൂട്ടിഫുൾ ആകാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. എങ്ങനെ എന്തെന്നൊക്കെ ഉള്ളത് നമുക്ക് പ്രീ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞു തരാവുന്നതാണ്. നിഫ്റ്റി ബാങ്ക് ഉണ്ടോ, ഇവിടുന്ന് എൻ്റെ അടുത്ത് പിന്നെ അത് ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്ത് നിന്നു കുറെ അധികം നേരം. അതിനകത്ത് ഓക്കെ ഫൈൻ, വേണ്ട, ലീവ് ചെയ്തേക്കാനായിട്ട് എക്സിറ്റ് ചെയ്തോളം പറഞ്ഞു. SL ഹിറ്റ് ചെയ്തിട്ടാണ് നിഫ്റ്റി ബാങ്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫിന്നിഫ്റ്റിയും എക്സാക്ട്ലി നമ്മളുടെ ബാങ്ക് പോലെ പോയി. ബട്ട് എന്നാൽ എക്സ്പയറി അല്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര ഗ്രീക്സിൽ അഫക്റ്റ് ചെയ്യാതെ വരികയും അത്രയും വലിയ മൂവ്മെന്റ് ഒന്നുമില്ല. ഇത് നമ്മൾ ഇന്നലെ ചെയ്തിട്ടുള്ളതായിരുന്നു. 20 നിന്ന് 150 വരെ ഹിറ്റ് ചെയ്തു. 190+ വരെ പോയിട്ടുണ്ടായിരുന്നു. ഒരു ജാക്ക് പോട്ട് കോൾ തന്നെയായിരുന്നു അത് ബേസിക്കലി ഉണ്ടായിരുന്നത്. റൈറ്റ്.
ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ നമ്മൾ മെയിൻ ട്രേഡ്സ് ഉണ്ടായിരുന്നത്. ലെറ്റ്സ് നിഫ്റ്റി നമുക്ക് സേഫ് ആയിട്ട് ഇറങ്ങി. ഫിൻനിഫ്റ്റി ലൈക്ക് ലോസ് ബുക്ക് ചെയ്ത് ഇറങ്ങിയവരുണ്ട്. SL ഹിറ്റേഴ്സ് വളരെ ചെറിയ സ്റ്റോപ്പ് ലോസുകളാണ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യാറുള്ളത്. ഈ രീതിയിലായിരുന്നു നമുക്ക് ഇന്ന് മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നുള്ളത്. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കട്ടെ. സോ ദാറ്റ് അതുമായിട്ട് കോറിലേറ്റ് ചെയ്യുകയും അതെങ്ങനെയാണ് നമുക്ക് മാർക്കറ്റിനെ അഫക്ട് ചെയ്യുന്നത് എന്നോട് അറിയണ്ടേ. ഗ്ലോബൽ മാർക്കറ്റ് ഡൗ ജോൺസ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച ലെവലാണ് ഇത് കണ്ടോ, 33,892. ഇന്നലത്തെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിൽ പോയി നോക്കുക, ഈ ലെവൽ തന്നെയാണോ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇപ്പോഴാണ് ചാർട്ട് ഓപ്പൺ ആക്കുന്നത്. സോ ഇതുപോലെ മാർക്കറ്റ് ഓൾമോസ്റ്റ് ലൈക്ക് ഈ ഒരു റേഞ്ച് വരെ വരികയും ഇപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്, കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ ഫൈൻ. ഇതൊരു ഹയർ ലോ ജനറേറ്റ് ചെയ്യുന്നതായിരിക്കാം. ഇവിടുന്ന് സപ്പോർട്ട് എടുക്കാം, 50 EMA സപ്പോർട്ട് എടുത്ത് നേരെ പോകാവുന്നതാണ്, കുഴപ്പമില്ല. അടുത്തത് എന്ന് പറയുമ്പോഴത്തേക്ക് ലെറ്റ്സ് ഇവിടെ റെസിസ്റ്റൻസ് വരും, ഇവിടെ റെസിസ്റ്റൻസ് വരാൻ പ്രോബിലിറ്റി ഉണ്ട്. ദെൻ വിൽ ബി ഫൈൻഡ് ഗ്രേറ്റ് റെസിസ്റ്റൻസ് ഓവർ ഹിയർ 34,145 ആൻഡ് 34,332 വരെ വരാനായിട്ടുള്ള പ്രോബിലിറ്റീസ് ഉണ്ട്. ലെറ്റ്സ് നമുക്കൊരു സൈക്കോളജിക്കൽ ലെവൽസ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാം കേട്ടോ. ലൈക്ക് അതായത് 34,332 വരെ നിൽക്കുന്ന 34,330 അല്ലെങ്കിൽ 34,300 ഫൈൻ. ഈ രീതിയിലോട്ടൊക്കെ നമുക്ക് കീപ്പ് ചെയ്ത് വെക്കാവുന്ന ഒരു കാര്യമാണ്. ഇതാണ് ഗ്ലോബൽ മാർക്കറ്റ് ഈ രീതിയിൽ നിൽക്കുന്നത് അത്ര അഫക്റ്റ് ചെയ്തിട്ടില്ല. സ്റ്റിൽ വാർ ഇപ്പോഴും അത് ആ ഒരു രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടില്ല. എലിയൻ വേവ് പഠിച്ചിട്ടുള്ളവർക്ക് ഈ ഒരു പോർഷൻ കാണുമ്പോഴത്തേക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. എലിയൻ വേവ് പഠിച്ചിട്ടുള്ളവർക്ക് എലിയൻ വേവ് ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് അവർ ഗ്ലോബൽ മാർക്കറ്റ്. നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെഷൻ ആയിട്ടുള്ള പ്രീ മാർക്കറ്റ് അനാലിസിസിലോട്ട് നമുക്ക് പോകുന്നതാണ്. നമ്മളൊരു കാര്യം ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. വാർ ഇച്ചിരി സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. US സപ്പോർട്ട് ഇസ്രായേലിന് വരാൻ തുടങ്ങി. പല അധികം സപ്പോർട്ട്സ്, ഈവൻ ഇന്ത്യ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിനെയാണ്. പല കാര്യങ്ങളും വരുന്നുണ്ട്. അത് വേറൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ലൈക്ക് ബിഗ് പവർ പലസ്തീൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ മൈറ്റ് ബി കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുകയും സ്ട്രോങ് ആകുകയും മൈറ്റ് ബി വേൾഡ് വാർ 3 പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറയില്ല. ഈവൻ റഷ്യ വാർ വന്നപ്പോഴത്തേക്ക് സ്ട്രോങ് ആയിരുന്നു. പലപ്പോഴും പല പ്രശ്നങ്ങളും നല്ല രീതിയിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് നോക്കാം. സോ ഇതൊക്കെ ഒരു ഇവന്റ് ഡേയ്സ് ആണ്. അപ്പൊ സൂക്ഷിച്ച് ചെയ്യേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. നന്നായിട്ട് നോക്കി തന്നെ ചെയ്യുക. ന്യൂസ് ബേസിൽ ചാടിക്കേറി എടുക്കാതിരിക്കുക. മനസ്സിലാക്കുക. പ്രൈസിന്റെ മൂവ്മെന്റ്സ് മനസ്സിലാക്കിയിട്ട് പ്രൈസ് ആക്ഷൻ ഈസ് ദ കിങ്. പ്രൈസിന്റെ മൂവ്മെന്റ്സിൽ നന്നായിട്ട് എടുക്കുക. പിന്നെ ഈ ബാക്കി വരുന്ന കാര്യങ്ങളെല്ലാം അഡീഷണൽ കൺഫർമേഷൻസ് ആണ്. ആ രീതിയിൽ മനസ്സിലാക്കുക. അല്ലാതെ ജസ്റ്റ് ലൈക്ക് ഓക്കെ അതുണ്ടെങ്കിൽ ദിസ് ഇസ് ദ പെർഫെക്റ്റ് വൺ, ദിസ് ഇസ് ദ പെർഫെക്റ്റ് സ്ട്രാറ്റജി. ഒരിക്കലുമില്ല. ഏതൊരു സ്ട്രാറ്റജി ആണെങ്കിലും ഏതൊരു മെത്തേഡ് ആണെങ്കിലും മാർക്കറ്റിനെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ടൂള് മാത്രമാണത്. മാർക്കറ്റാണ് അൾട്ടിമേറ്റം എന്നുള്ളൊരു നോളജ് കീപ്പ് ചെയ്ത് വെച്ചേക്കുക. റിസ്ക് മാനേജ്മെന്റ്, മണി മാനേജ്മെന്റ് ആൻഡ് മൈൻഡ് മാനേജ്മെന്റ് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. സോ നമുക്ക് നോക്കാം നേരെ ചാർട്സിലോട്ട് എന്താണ് പ്രൈസസുകൾ പറയുന്നത് എന്നുള്ളത്. പ്രീ മാർക്കറ്റ് അനാലിസിസ് നമുക്ക് ഈ ഒരു രീതിയിലാണ് മാർക്കറ്റ് കണ്ടു നിൽക്കുന്നത്. നമുക്ക് എന്തായാലും നാളെ ബെയറിഷ് സൈഡിലോട്ട് പുഷ് ചെയ്യേണ്ട. ഇന്നത്തെ ഹൈക്ക് മുകളിൽ മാർക്കറ്റ് ഫോം ആവുകയാണെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യുകയും ടാർഗറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് 90,838 മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ ഇതൊരു സോൺ തന്നെയാണ്. ഓക്കെ, ഇതൊരു സോൺ തന്നെയാണ്. ആണെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് ഒരു മൈനർ ടാർഗറ്റ് ആയിട്ട് 19,900 കീപ്പ് ചെയ്യാം. ദെൻ ലേറ്റർ നമുക്ക് 20,000 റൈറ്റ് 90,000 ഈ ഒരു റേഞ്ചിലോട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതായിരിക്കും നമ്മളുടെ അടുത്തടുത്തുള്ള 2 ടാർഗറ്റ്സ് എന്ന് ബേസിക്കലി നമ്മൾ പറയുക. റൈറ്റ് ഫൈൻ. ഇതായിരിക്കും നമുക്ക് ബേസിക്കലി ഉള്ള ടാർഗറ്റ്സ് എന്ന് പറയാം. ഈ താരത്തിലുള്ളതൊന്നും നമുക്ക് കറന്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? ഫൈൻ. സോ നമുക്ക് ഇതും ഇട്ടേക്കാം. ഗുഡ്. ഈ രീതിയിലായിരിക്കണം നമുക്ക് നാളെ വ്യൂ ഉള്ളത്. 15 മിനിറ്റ്സിലോട്ട് ഞാൻ തിരിച്ചു കൊണ്ടുവരികയാണ്. ചാർട്ട് കണ്ടല്ലോ. ഫസ്റ്റ് ടാർഗറ്റ് 90,900 and 20,000. സൈക്കോളജിക്കൽ ആയിട്ട് കീപ്പ് വാട്ട് എവർ ഇറ്റ് ഈസ്. 19,850 എന്ന് പറയുന്നത് നല്ലൊരു ലെവലാണ്. അതുകൂടെ ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ ഫൈൻ. ഗുഡ്. നിഫ്റ്റി ബാങ്ക് സെയിം ആണ്. നിഫ്റ്റി ബാങ്കിലും ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്യട്ടെ. ഇല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ബുള്ളിഷ്നെസ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുക ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു ബുള്ളിഷ് കീപ്പ് ചെയ്യാം. ബട്ട് ഇറ്റ്സ് ബെറ്റർ ടു കീപ് ഫ്രം ഹിയർ. നാളെ മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ. ലൈവ് ഉണ്ടല്ലോ, ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ഇരിപ്പുണ്ട്.
ആണെങ്കിൽ നമുക്ക് 44,993 അനദർ ടാർഗറ്റ് ആയിട്ടും ദെൻ ഇവിടുന്ന് ബ്രേക്ക് ഇവിടുന്നാണ് എൻട്രി എടുക്കുന്നെങ്കിൽ 44,716 ആയിരിക്കും നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ദാറ്റ് വിൽ ബി ഹാവിംഗ് 44,993 ആയിരിക്കും നമ്മളുടെ അടുത്ത ഒരു ടാർഗറ്റ് നിഫ്റ്റി ബാങ്കിൽ. സി വിത്ത് ലാസ്റ്റ് വൺ Finnifty. Good. Same situation, same methods, same strikes. See, ഇവിടുന്ന് നമ്മൾ ഈ ഒരു ഹൈക്ക് മുകളിൽ ഇത് കീപ്പ് ചെയ്യുന്നു. നമുക്ക് ഇവിടെ ഒരു ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ കഴിയുന്നു. അതൊരു മൈനർ ആയിരിക്കും. ദെൻ 20,000 അനദർ ടാർഗറ്റ് ഉണ്ട്. പ്രീവിയസ് ലെവലിന്റെ ബേസിലാണ് നമുക്ക് അത് വന്നിട്ടുള്ളത്. ബട്ട് എന്നാൽ ഞാൻ അത് ഇച്ചിരി എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. റൈറ്റ് നോ മാർക്കറ്റ് കണ്ടീഷൻസ് മാറുന്നതനുസരിച്ച് നമ്മൾ ഫ്ലെക്സിബിൾ ആകുക. ഫൈൻ. Then here another level 20,077. See, ഇതിലൊക്കെ പ്രശ്നം എന്താണെന്നറിയോ? നല്ലൊരു ഹ്യൂജ് ട്രജക്ടറി മൂവ്മെന്റ് കാണാനായിട്ടുള്ള ഇതാണ് ലെവൽസ് മാർക്ക് ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മൾ ലെവൽസ് മാർക്ക് ചെയ്തേക്കുന്നത്. ഇതിന്റെ സ്ക്രീൻഷോട്ട്സ് നിങ്ങൾ നേരെ പറയാ, നിങ്ങൾക്ക് ഗ്രൂപ്പ്സ് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമുക്ക് ട്രജക്ടറി മൂവ്മെന്റ് കിട്ടുന്നത് എങ്ങനെയാണെന്നറിയോ? നല്ലൊരു ലീസ്റ്റ് റെസിസ്റ്റൻസ് പാത്ത്. ബുള്ളി സൈഡിലാണ് ലീസ്റ്റ് റെസിസ്റ്റൻസ് പാത്ത്. ഓക്കെ ഫൈൻ. സപ്പോർട്ട് ലൈക്ക് ബെറി സൈഡ് ആണെങ്കിൽ ലീസ്റ്റ് സപ്പോർട്ട് സൈഡിലോട്ട് നോക്കുക. അതായത് നമ്മളൊരു സ്ഥലത്തോട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും തടസ്സങ്ങളാണ്, എപ്പോഴും ബ്ലോക്ക് ആണ്. നമുക്ക് എന്നാലും എത്തിച്ചേരുന്ന സ്ഥലത്ത് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുമോ? 99%, 99.9% നമ്മൾ ഡിലേ ആവും. ബട്ട് എന്നാൽ ഒട്ടും തന്നെ ബ്ലോക്ക് ഇല്ലാത്ത സ്ഥലം ആണെങ്കിലോ പെട്ടെന്ന് നമുക്ക് എത്താൻ ചെയ്യും അല്ലേ? വളരെ മിനിമം ടൈമിൽ എത്തിച്ചേരാൻ പറ്റും. ഇതാണ് ലീസ്റ്റ് റെസിസ്റ്റൻസ് പാത്ത് എന്ന് പറയുന്നത്. ബ്ലോക്കുകൾ കുറവുള്ള സ്മൂത്ത് ആയിട്ടുള്ള റോഡിനെയാണ് നമുക്ക് പറയാൻ കഴിയുക ലീസ്റ്റ് റെസിസ്റ്റൻസ് പാത്ത് എന്ന് പറയുന്നത്. ബട്ട് ഇപ്പം നാളെ മറ്റന്നാളൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ രീതിയിലുണ്ട്. ബട്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ എന്തുകൊണ്ടാണ് ഞാൻ അത്ര സ്ട്രോങ് ആയിട്ട് നിന്നറിയോ? ലീസ്റ്റ് റെസിസ്റ്റൻസ് പാത്ത് നോട്ട് ചെയ്ത് വെക്കുക. ലീസ്റ്റ് റെസിസ്റ്റൻസ് പാത്ത് റിസർച്ച് ചെയ്യും. ഞാനിങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ലീസ്റ്റ് റെസിസ്റ്റൻസ് പാത്ത് കാണുന്നു, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. എവിടെന്നെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇടുന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ. നിന്ന് കിട്ടുകയില്ല. സോ നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യുക. ലീസ്റ്റ് റെസിസ്റ്റൻസ് പാത്ത് വരുന്നത് ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റി നിങ്ങൾ റിസർച്ച് ചെയ്യുക. അത് റിസർച്ച് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ വേറെ കുറെ അധികം കാര്യങ്ങൾ പഠിക്കും, കുറെ അധികം കാര്യങ്ങൾ മനസ്സിലാക്കും. അങ്ങനെയാണ് നമ്മൾ ലേൺ ചെയ്ത് പോകേണ്ടത്. Fine, that's it with our pre and post market analysis. എല്ലാവർക്കും കാര്യം മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. And also let me know in the comments please എങ്ങനെയുണ്ട് നമ്മുടെ pre and post market analysis എന്നും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അതും വേണമെന്ന് പറയുക. നമ്മൾ ചെയ്യുന്നതായിരിക്കും. ബൈ. നാളെ രാവിലെ 9 മണിക്ക് കാണാം.